PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT പാഠപുസ്തകത്തിലെ കേരള ചരിത്രത്തിൽ നിന്നും 2025 PSC ചോദിച്ച PYQ ഡിസ്കഷനാണ് നടത്തുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എന്നൊരു ടോപ്പിക്ക് നമ്മുടെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരുപാട് PYQ PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2025 വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? സുബ്ബരായൻ. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചതെന്നാണ്? 1805 നവംബർ 30. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവം. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം രണ്ടാം പഴശ്ശി വിപ്ലവം. അതായത് നാലാം മൈസൂർ യുദ്ധം അവസാനിച്ചപ്പോഴാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. നെക്സ്റ്റ്, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കെ മാധവൻ നായർ. KPCCയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമരം കൂത്താളി സമരം. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമരം കൂത്താളി സമരം. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം? മഞ്ചേരി. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. അതിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? TL സ്ട്രെയിഞ്ച് കമ്മീഷൻ. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ്. എന്നാൽ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ MR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. നെക്സ്റ്റ്, ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1937 ജനുവരി 12. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം 1937 ജനുവരി 12. നെക്സ്റ്റ്, പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നാണ്? പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. എന്നാൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. അപ്പോൾ ഇതിലെ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് നമ്മൾ ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ എന്താ അറിയാവുന്നത്? അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതത് ആരാണ്? ഡച്ചുകാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? മലബാർ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം മലബാർ. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധം. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധം. നെക്സ്റ്റ്, തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3.
ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? അതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആലപ്പുഴ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീകുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ശ്രീ കുമാര ഗുരുദേവൻ? ഏതാണ്? സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, അരയ സമാജം, പ്രത്യക്ഷ രക്ഷാസഭ. പ്രത്യക്ഷ രക്ഷാസഭയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെയാണ് ശ്രീ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ശ്രീ കുമാര ഗുരുദേവൻ. വിദ്യാപോഷണി സഭ സ്ഥാപിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, സ്വാമി വിവേകാനന്ദൻ. വിദ്യാപോഷണി സഭ സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാരാണ്? ശ്രീനാരായണ ഗുരു. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ, വി.ടി. ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. നെക്സ്റ്റ്, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ്, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദിയാണ്. മിതവാദി. നെക്സ്റ്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? 1936 നവംബർ 12. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, പി. കൃഷ്ണപിള്ള, കെ. കേളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ടി.കെ. മാധവനാണ്. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചതെന്നാണ്? 1803 നവംബർ 30, 1805 നവംബർ 30, 1802 നവംബർ 26, 1804 നവംബർ 7. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം, കുറിച്യ കലാപം, കൊളത്തൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവാരാണ്? ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, കെ. കേളപ്പൻ, എ.കെ.ജി. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, കെ. കേളപ്പൻ, എ.കെ.ജി. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നെക്സ്റ്റ്, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്? മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ, മഹാരാജ കേരളവർമ്മ, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാരാജ കേരളവർമ്മയാണ്. മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? എച്ച്.എം. ഖുൻസ്രു, കെ.എം. പണിക്കർ, വി.പി. മേനോൻ, ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ജനസംഖ്യാനുപാത സംവരണം, ഖിലാഫത്ത്. അപ്പോൾ മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ജനസംഖ്യ അനുപാത സംവരണമാണ്. ഭരണപരിഷ്കരണവും
കുടിയാന്മ പ്രശ്നവും ഖിലാഫത്തും അതിൽ ഉൾപ്പെട്ടതായിരുന്നു കേട്ടോ. ഇനി അടുത്തത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഇന്ത്യയെ കണ്ടെത്തൽ, പശ്ചിമോദയം, സംക്ഷേപ വേദാർത്ഥം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളാണ് ആ ഗ്രന്ഥം. പിന്നെ നെക്സ്റ്റ്, മൊറാഴ സമരം നടന്നത് എന്നാണ്? 1940 കണ്ണൂരാണ് മൊറാഴ സമരം നടന്നത്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിത ആരായിരുന്നു? ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടിയും ആര്യ പള്ളവുമായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ. കുട്ടംകുളം സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കുട്ടംകുളം സമരം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ് കുട്ടംകുളം സമരം നടന്നത്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി ആരാണ്? തൈക്കാട് അയ്യ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. നെക്സ്റ്റ്, സഹോദരൻ അയ്യപ്പനോടൊപ്പം ചേർന്ന് യുക്തിവാദി മാസിക ആരംഭിച്ച വ്യക്തി ആരാണ്? MC ജോസഫ്. സഹോദരൻ അയ്യപ്പനോടൊപ്പം ചേർന്ന് യുക്തിവാദി മാസിക ആരംഭിച്ചത് MC ജോസഫ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? കേരള കൗമുദി, മിതവാദി, കേരള സഞ്ചാരി, കേരള പത്രിക. മിതവാദി. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ശിവഗിരി, കാരമുക്ക്, കലവൻകോടം, ആലുവ. ശിവഗിരി, കാരമുക്ക്, കളവൻകോടം, ആലുവ. ആലുവയിലാണ് സർവമത സമ്മേളനം നടന്നത്. അരയ സമാജത്തിന്റെ സ്ഥാപകൻ? പണ്ഡിറ്റ് കറുപ്പൻ, PK ചാത്തൻ മാസ്റ്റർ, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്, നമുക്കറിയാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവയെല്ലാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ ആയിരുന്നു. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെ? തിരുവനന്തപുരം 1936, തൃശൂർ 1936, എറണാകുളം 1936, ആലപ്പുഴ 1936. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരാണ് 1936. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി, ചമ്പകരാമൻ, വക്കം അബ്ദുൾ ഖാദർ, N പരമേശ്വരൻ നായർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദറാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? പെരിയോർ, ആനന്ദതീർത്ഥൻ, വൈകുണ്ഠസ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു കുടംകുളം സമരം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ ലഹള, കുറിച്യ കലാപം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? കാലടി, തിരുവനന്തപുരം, പുതുക്കാട്, തിരുവല്ല. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അക്കമ്മ ചെറിയാന് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, കേളപ്പൻ. അക്കമ്മ ചെറിയാന് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികൾ, തൈക്കാടയ്യ, ബ്രഹ്മാനന്ദ ശിവയോഗി. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? കാവാലം നാരായണ പണിക്കർ, അയ്യത്താൻ ഗോപാലൻ, G ശങ്കരക്കുറുപ്പ്, തോപ്പിൽ ഭാസി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആകും, അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്